നമസ്കാരം. എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത്? ധർമ്മസ്ഥല കർണാടകയിലെ ക്ഷേത്ര നഗരി. ദിനംപ്രതി ആയിരങ്ങൾ ഭക്തിയും സമാധാനവും തേടിയെത്തുന്ന ക്ഷേത്ര സങ്കേതം. എന്നാൽ ഈ അടുത്തിടെ ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഒട്ടും നല്ലതല്ല. ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് ദുരൂഹ മരണങ്ങൾ ഉണ്ടായി എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വലിയ ഞെട്ടലാണ് രാജ്യവ്യാപകമായി ഉണ്ടാക്കിയത്. വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ രാജ്യത്തെ ആകെ ഞെട്ടിച്ചത്. പെൺകുട്ടികളെ അതും പീഡനത്തിന് മറവ് ചെയ്യേണ്ടി വന്നിരുന്നു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ക്ഷേത്രം അധികാരികളുടെ ഭീഷണി മൂലമാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നും അയാൾ പറയുകയുണ്ടായി. ഈ മൃതദേഹങ്ങളിൽ പലതും വികൃതമായ നിലയിലായിരുന്നു. വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നേ ഇല്ല. തന്റെ കുടുംബത്തും ഇങ്ങനെയൊരു അവസ്ഥ വന്നുകൂടിയതാണ് അയാൾ ഈ നാട് വിട്ട് തന്നെ പോകേണ്ടി വന്നത്. 10 വർഷത്തിനു ശേഷം ഈ വെളിപ്പെടുത്തലിന് അദ്ദേഹം തയ്യാറായി. നീതി തേടി പോലീസിനെ ആദ്യം സമീപിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഉന്നത പോലീസ് അധികാരിയായ ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്തേക്ക്, എന്നിട്ടും നീതി ലഭിച്ചില്ല. തുടർന്നാണ് അഭിഭാഷകർ മുഖേന പോകുന്നത്. കാര്യങ്ങളെല്ലാം കേട്ട കോടതി ഇതിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. നടത്തിയ പരിശോധനയിൽ നിന്ന് ഒരു തലയോട്ടി ലഭിക്കുകയും പക്ഷെ എന്തുകൊണ്ടോ തുടർ അന്വേഷണം ഒന്നും ഉണ്ടായതുമില്ല. സാക്ഷിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല എന്നതാണ് ദക്ഷിണ കന്നഡ പോലീസ് മേധാവി അരുണിന്റെ പ്രതികരണം വന്നത്. അതായത് തെളിവെടുപ്പിൽ തയ്യാറായി സാക്ഷി വന്നിട്ടും പോലീസ് അവിടേക്ക് എത്തിയില്ല എന്നാണ് സാരം. 2003 അനന്യ ഭട്ട് എന്നുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് കാണാതായി. അതിന്റെ അന്വേഷണം നടന്നില്ല. ഈ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അവരുടെ അമ്മ CBI ഉദ്യോഗസ്ഥയായ സുജാത പോലീസിനെ സമീപിച്ചു. അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. കാവലാകേണ്ട, നീതി നൽകേണ്ട സർക്കാർ പോലീസ് സംവിധാനങ്ങൾ നിസ്സംഗരായി നിൽക്കുന്നു. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ കുറ്റകരമായ മൗനം അവലംബിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉയരുന്നത്. നന്ദി.